ദേശീയ തലത്തിൽ നിന്ന് മറ്റൊരു സുപ്രധാന വാർത്ത കൂടി പുറത്തുവരികയാണ്. അമേരിക്കയ്ക്ക് വ്യക്തമായ മറുപടി നൽകി ഭാരതം. രാജ്യ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത ഒരു ഒത്തുതീർപ്പും ഉണ്ടാകില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. ഭാരതം US വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കും. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ആവശ്യമെങ്കിൽ വിപുലീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് എസ് ജയശങ്കർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്? വിഷ്ണു, തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര മേഖലയിൽ അല്ലെങ്കിൽ വ്യാപാര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടുള്ള അമേരിക്കയ്ക്കുള്ള ഭാരതത്തിൻ്റെ മറുപടിയാണ്, ഭാരതത്തിൻ്റെ നിലപാടാണ് എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭാരതവും US തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലെ ചർച്ചകൾ തുടരുകയാണ്. എന്നാൽ രാജ്യ താൽപ്പര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പും അമേരിക്കയുമായി ഉണ്ടാകില്ല എന്ന ഭാരതത്തിൻ്റെ നിലപാടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യ താൽപ്പര്യവും രാജ്യത്തിൻ്റെ കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും അവരുടെ ഉൽപ്പന്നങ്ങളും അവരുടെ നിലപാടും അവരുടെ താൽപ്പര്യങ്ങളുമാണ് രാജ്യത്തിന് പ്രധാനം. അത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, അക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പും ഉണ്ടാകില്ല എന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. കൂടാതെ ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മികച്ച മൂല്യം കണ്ടെത്തിക്കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാനാകും. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ആവശ്യമെങ്കിൽ വിപുലീകരിക്കും. റഷ്യയുമായുള്ള വാർഷിക ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാകും. വ്യാപാര മേഖലയിൽ മാത്രമല്ല, മറ്റ് വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളിൽ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഉണ്ടാകും. റഷ്യയിൽ നിന്ന് വ്യാപാരം ചെയ്യണമോ എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും തീരുമാനമാണ്. ഭാരതത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. റഷ്യയുമായി വ്യാപാര ബന്ധം നടത്തുന്ന ഒരേ ഒരു രാജ്യമല്ല ഭാരതം. നിരവധി രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനുകൾ, അമേരിക്ക, ഇവരെല്ലാം തന്നെ റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വ്യാപാര ബന്ധങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകും. അമേരിക്കയുമായും വ്യാപാരം ചെയ്യും. പക്ഷേ അമേരിക്കയുമായുള്ള വ്യാപാരം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാകില്ല എന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കുകയാണ്. സമാനമായ കാര്യം നേരത്തെ പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. അമേരിക്കയുമായുള്ള പ്രശ്നം രമ്യതയിൽ പരിഹരിക്കും, പക്ഷേ രാജ്യ താൽപ്പര്യങ്ങളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയുണ്ടാകില്ല. അതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നറിയാം. ആ പ്രത്യാഘാതങ്ങളെ നേരിട്ടുകൊണ്ട് കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോകും എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നത്. ശരി, ജിഷ്ണു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.